ഹലോ, ഇറ്റ്സ് മീ ഷുഹൈബ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാരമൽ സേമിയ പായസമാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് ഒരു 1/4 കപ്പ് സാബുനരി എന്ന് പറയും. സാബുനരി അല്ലെങ്കിൽ സാഗോ സാബുദാന എന്നെല്ലാം പറയും സാധനത്തിന്. അതൊരു 1/4 കപ്പ് എടുക്കുക. എന്നിട്ട് അതിനെ കുറച്ച് വെള്ളത്തിൽ അത് കുക്കാകാൻ വേണ്ടിയിട്ട് വെക്കുക. കുറച്ച് ടൈം എടുക്കും, ഒരു 10 മിനിറ്റ് എല്ലാം എടുക്കും. എന്നിട്ട് അത് കുക്കാകാൻ വെച്ചിട്ട് അതിനെ കുക്കായിട്ടാകുമ്പോൾ മാറ്റി വയ്ക്കുക. എന്നിട്ടൊരു പാത്രം എടുക്കുക. അതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. ഈ നെയ്യ് നല്ല പാനിൽ ചൂടായിട്ടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുക്കുക. കാഷ്യൂ നല്ല പാനിൽ റോസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. അതൊരു ബ്രൗൺ കളർ ആനാകുമ്പോൾ അതിലേക്ക് നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് മുന്തിരി അതിങ്ങനെ റോസ്റ്റ് ആക്കിയിട്ടാകുമ്പോൾ അതിങ്ങനെ ബോൾ പോലെ ആയിട്ട് വരും. ആ സമയത്ത് അതിനെ കോരിയിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് വെർമിസെല്ലി സേമിയ അതെടുക്കുക. ഞാനിവിടെ റോസ്റ്റഡ് വെർമിസെല്ലി എടുത്ത ഇതൊരു 200 ഗ്രാമിൻ്റെ പാക്കറ്റ്. ഞാൻ ഇതിൻ്റെ ഹാഫ് എടുത്ത 100 ഗ്രാം എടുത്ത് എന്നിട്ട് അതേ നെയ്യിലിട്ടിട്ട് കുറച്ച് അതിനെ റോസ്റ്റ് ആക്കിയിട്ട് എടുത്ത്. ഇത് ഓൾറെഡി റോസ്റ്റഡ് ആയിട്ട് വരുന്ന കുറച്ചൊരു നെയ്യിൻ്റെ ഒരു ഫ്ലേവർ അതിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതിനെ റോസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ട് അത് മാറ്റി വെച്ച് ജസ്റ്റ് റോസ്റ്റ് ആക്കിയപ്പോൾ എന്നിട്ട് അത് ഈ പാനിലേക്ക് ഒരു 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 സ്പൂണ് വാട്ടർ വെള്ളം കൂട്ടി കൊടുക്കുക. എന്നിട്ട് അതിനെ നല്ല പാങ്ങിൽ മിക്സ് ആക്കുക. ഇത് മിക്സ് ആയിട്ട് നല്ല ക്യാരമലായിട്ട് വരും. ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഇട്ടിട്ടായിട്ട് അതിനെ നല്ല പാങ്ങിൽ മിക്സ് ആക്കുക. അത് ഇങ്ങനെ ബോയിലായിട്ട് വരും. ഈ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് അതിൽ കൂട്ടിയിട്ടാകുമ്പോൾ അതിലിങ്ങനെ ബബിൾ വരും. അതിനെ ഫുള്ള് നല്ല പാങ്ങിൽ മിക്സ് ആക്കണം. അപ്പോൾ അതൊരു നല്ലൊരു ഇതേപോലെ ക്യാരമലിൻ്റെ ഒരു കളർ, അതിൻ്റെ ഡാർക്ക് കളറാവും. ആ സമയത്ത് ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂട്ടി കൊടുക്കുക. എന്നിട്ട് അതിനെ നല്ല പാങ്ങിൽ മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. കുറച്ച് സമയം എടുക്കും. വെള്ളം കൂട്ടുമ്പോൾ അതിങ്ങനെ ഒരു തരി പോലെ ആവും. അതിങ്ങനെ അലിയോളം അതിനെ നല്ല പാങ്ങിൽ മിക്സ് ആക്കിയിട്ട് എടുക്കുക. അതിന് ശേഷം എന്താക്കാറുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വറുത്തിട്ട് മാറ്റി വെച്ച ആ മസാലയില്ലേ അതിട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ല പാങ്ങിൽ മിക്സ് ആക്കുക. അത് കുറച്ചൊന്ന് ബോയിലായിട്ട് ഇങ്ങനെ ബബിളെല്ലാം വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു 1 ലിറ്റർ പാല്, ഞാനിവിടെ മിൽമൻ്റെ 2 പാക്കറ്റ് പാലെടുത്തിന്. അത് നല്ല പാങ്ങിൽ ചൂടാക്കിയിട്ട് ചൂട് പാല് കൂട്ടുന്നതാണ് നല്ലത്. ചൂടാക്കിയിട്ട് അതിനെ ഈ തിളക്കുന്ന സമയത്ത് ഇതിലേക്ക് കൂട്ടിയിട്ട് കൊടുക്കുക. ഈ തിളപ്പിക്കുന്നതിന് പറഞ്ഞെങ്കിൽ കുറച്ചൊരു ഈ ഫ്ലേവർ അതിലേക്ക് എൻഹാൻസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സമയത്ത് ഈ 2 കൊട്ട പാല് നല്ല ചൂടുള്ള പാല് ഈ മിക്സിയിലേക്ക് കൂട്ടി കൊടുത്തിട്ട് അതിനെ നല്ല പാലിൽ തിളപ്പിച്ചിട്ട് ഈ മസാല ഫുള്ള് കുക്കാവോളം അതിനെ തിളപ്പിക്കുക. ഈ സമയത്ത് ഇത് നിങ്ങൾ ഇങ്ങനെ സ്റ്റിർ ആയിക്കൊണ്ട് നിൽക്കണം, ഇല്ലെങ്കിൽ ഇത് തളിച്ചിട്ട് മുകളിലേക്ക് ഇതായിട്ട് മറിയും. അപ്പോൾ ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം. എന്നിട്ട് ഇതൊന്ന് കുറച്ചൊന്ന് മിനിമൈസ് ആയ സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ചിട്ട് വെച്ച ആ സാബുനരിയില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഒരു 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുക. 1/2 കപ്പ് ഷുഗർ പറയുമ്പോൾ നിങ്ങൾ അതിന് ഷുഗർ നോക്കിയിട്ട് നിങ്ങൾക്ക് ഷുഗർ ബാണ്ടത്ര ഇട്ടിട്ട് കൊടുക്കുക. ഞങ്ങൾക്കിവിടെ ഒരു 1/2 കപ്പ് ഞാൻ ഇട്ട്. നിങ്ങൾക്ക് അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ഇടണ്ട, ഒരു 1/4 കപ്പ് അങ്ങനെ ഇട്ടാൽ മതി. എന്നിട്ട് അതിലേക്ക് കുറച്ചൊരു 1/4 ടീസ്പൂണ് ഏലക്കൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു പിഞ്ച് ഓഫ് സോൾട്ട്, കുറച്ച് ഉപ്പ്, ഒരു ടേസ്റ്റ് എൻഹാൻസ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല പാങ്ങിൽ മിക്സ് ആക്കുക. എന്നിട്ട് ഇത് നല്ലോണം തളിച്ചിട്ട് മസാലയിൽ ഇങ്ങനെ ഒന്ന് കുക്കായിട്ടായിട്ട് അത് റെഡ്യൂസ് ആയിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഫസ്റ്റ് റോസ്റ്റ് ആക്കിയിട്ട് മാറ്റി വെച്ച നട്ട്സ് ഇല്ലേ അതിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ഒന്ന് ബോയിലായിട്ടാകുമ്പോൾ അത് മാറ്റിയിട്ട് ഗ്യാസ് ഒന്ന് മാറ്റിയേക്കുക. എന്നിട്ട് നിങ്ങൾക്കൊരു ബൗളിലേക്ക് സെർവ് ആക്കിയിട്ട് യൂസ് ആക്കുക. ഇത് മാത്രമേ ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി തണിഞ്ഞിട്ട് അതൊന്ന് അതിൻ്റെ തണുപ്പെല്ലാം പോയിട്ട് സെർവ് ആക്കുന്നതാണ് നല്ലത് കുറച്ചും കൂടി. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകുന്നത്. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ തണുത്തത് യൂസ് ആക്കുക. ഭയങ്കര ടേസ്റ്റ്. ഞാനൊരു സേമിയ പായസം ലവറൊന്നും അല്ല, അന്ന് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടം. നിങ്ങൾ ഇതെന്തായാലും ട്രൈ ആക്കിയിട്ട് നോക്കണം.